വടക്കഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBI കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ അതേ വിഷയത്തിൽ സംസ്ഥാന വിജിലൻസ് നടത്തുന്ന അന്വേഷണം അവസാനിപ്പിച്ച വിജിലൻസിന്റെ കൈവശമുള്ള എല്ലാ ഫയലുകളും രേഖകളും തെളിവുകളും CBIക്ക് കൈമാറണമെന്ന് മുൻ MLA അനിൽ അക്കര ആവശ്യപ്പെട്ടു. ഇക്കാര്യം ആവശ്യപ്പെട്ട് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് അനിൽ അക്കര കത്ത് നൽകും. ഒരേ വിഷയത്തിൽ ഒന്നിലധികം അന്വേഷണ ഏജൻസികൾ സമാന്തരമായി അന്വേഷണം നടത്തുന്നത് അന്വേഷണത്തിന്റെ കാര്യക്ഷമതയെയും നിയമ നടപടികളുടെ ഏകോപനത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും തെളിവുകളും ഒരേയൊരു അന്വേഷണ ഏജൻസിയുടെ കൈവശം ലഭ്യമാകുമ്പോഴാണ് സമഗ്രവും സുതാര്യവും ഫലപ്രദവുമായ അന്വേഷണം ഉറപ്പാക്കാൻ കഴിയുകയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസ് CBIയുടെ കൊച്ചി യൂണിറ്റാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ CBIയുടെ കൊച്ചി യൂണിറ്റ് ഇന്നലെ പ്രാഥമികമായ അല്ലെങ്കിൽ ആദ്യഘട്ട കുറ്റപത്രം ആ കേസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കുറ്റപത്രം നൽകിയിരിക്കുകയാണ്. ഇനി അത് ആ കുറ്റപത്രം അല്ലെങ്കിൽ അന്വേഷണം പൂർത്തിയാകണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമുള്ള അല്ലെങ്കിൽ സംസ്ഥാന വിജിലൻസ് പോലീസിൻ്റെ കൈവശമുള്ള മുഴുവൻ ഫയലുകളും CBIക്ക് ലഭിച്ചാൽ മാത്രമാണ് അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അന്വേഷണം നടന്നത് ലൈഫ് മിഷന് പുറത്തുള്ള യൂണിറ്റാക്കും അതുപോലെ തന്നെ UAE കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. അതുമായി ബന്ധപ്പെട്ട കുറ്റപത്രമാണ് ആദ്യഘട്ടത്തിൽ നൽകിയിട്ടുള്ളത്. അന്വേഷണം പൂർത്തിയാകണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഞാൻ അന്ന് CBIക്ക് പരാതി നൽകുന്ന അന്ന് തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് അല്ലെങ്കിൽ തലേ ദിവസമാണ് സംസ്ഥാന വിജിലൻസ് ഇതുമൊരു കേസെടുക്കുന്നത്. ആ കേസെടുത്തതിൻ്റെ ഭാഗമായി അന്ന് തന്നെ പിന്നെ ലൈഫ് മിഷനിലുണ്ടായിരുന്ന മുഴുവൻ ഫയലുകളും വിജിലൻസ് പോലീസ് എടുത്തു കൊണ്ടുപോയുണ്ടായി. അപ്പോൾ അതിന് ശേഷമാണ് CBIയുടെ FIR വരുന്നത്. CBIയുടെ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന വിജിലൻസ് ഈ ഫയലുകൾ മുഴുവൻ കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാം ഏതാണ്ട് ഒരു 6-7 വർഷം കഴിഞ്ഞിട്ടും സംസ്ഥാന പോലീസിന് ഇതുമേ അല്ലെങ്കിൽ സംസ്ഥാന വിജിലൻസിന് ചാർജ് പോലും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത്. ഈ കേസിൽ ലൈഫ് മിഷൻ തന്നെ പ്രതിപ്പട്ടികയിലുള്ള സാഹചര്യത്തിൽ അന്നത്തെ ലൈഫ് മിഷന്റെ ഭാരവാഹികളായിരുന്ന പിണറായി വിജയൻ, മുൻ മന്ത്രി AC മൊയ്തീൻ, M ശിവശങ്കർ, UV ജോസ് എന്നിവരുടെ പങ്കും സമഗ്രമായി അന്വേഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് അനിൽ അക്കര ആവശ്യപ്പെട്ടു. അതിനാവശ്യമായ എല്ലാ രേഖകളും ഫയലുകളും വിജിലൻസ് CBIക്ക് കൈമാറണമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള ഹർജി പിൻവലിച്ച് CBI അന്വേഷണത്തിന് പൂർണ്ണ സഹകരണം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേസിൽ സമഗ്രവും സുതാര്യവുമായ അന്വേഷണം ഉറപ്പാക്കുന്നതിനാവശ്യമായ എല്ലാ സർക്കാർ സഹകരണവും CBIക്ക് നൽകണമെന്നും നിയമത്തിന്റെ ആധിപത്യവും നീതിന്യായ നടപടികളുടെ വിശ്വാസ്യതയും സംരക്ഷിക്കുന്നതിനായി സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അനിൽ അക്കര അഭ്യർത്ഥിച്ചു. CBIക്കും ആ കേസ് അന്വേഷിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത്. കാരണം ഫയലുകൾ മുഴുവൻ വിജിലൻസിൻ്റെ കയ്യിലാണ്. അതുപോലെ തന്നെ ലൈഫ് മിഷൻ സുപ്രീം കോടതിയിൽ ഒരു കേസ് പറയുന്നുണ്ടായിരുന്നു, ഈ FIR കോഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ആ കേസ് നീട്ടി പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ആ കേസും പൂർണ്ണമായിട്ടില്ല. അപ്പോൾ അതിനിടയിലാണ് പിന്നെ CBI കൊച്ചി യൂണിറ്റ് 2 ദിവസം മുമ്പ് ഇതിൻ്റെ ആദ്യഘട്ട കുറ്റപത്രം നൽകിയിട്ടുള്ളത്. പിന്നെ അത് അന്വേഷണം കൃത്യമായി പൂർത്തിയാകണമെങ്കിൽ 2-3 കാര്യങ്ങളാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകേണ്ടത്. കാരണം അന്ന് ഈ വിജിലൻസ് അന്വേഷണം ഏറ്റവും ആദ്യം ഞങ്ങൾ തന്നെയാണ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടത്. പക്ഷേ വിജിലൻസ് അന്വേഷണത്തിലേക്ക് ഗവൺമെൻറ് പോകുന്ന സാഹചര്യം ഉണ്ടായില്ല. CBIക്ക് ഞങ്ങൾ പരാതി നൽകാൻ പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് ഗവൺമെൻറ് വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോയത്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ CBI അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് വിജിലൻസ് അന്വേഷണം എന്ന് പറഞ്ഞിരുന്നു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം.